32ാമത്തെ ദിവസം ഇത്രയും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പോലീസിന്റെയും ഒപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെയും SFI പ്രവർത്തകരുടെയും അടികൊണ്ട് എത്തുകയായിരുന്നു. കൊല്ലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് കെ സുധാകരൻ പറഞ്ഞത്. 20-ാം തീയതി ഞങ്ങൾ ഇതിന് പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ പ്രതിഷേധിക്കുക, ഒരു ആക്ടിലേക്ക് കടക്കുക എന്ന രൂപത്തിലല്ല കോൺഗ്രസ് പറഞ്ഞത്. അതിന് ആളുകളെ സംഘടിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയമെടുക്കുകയായിരിക്കും ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവുക. ഇന്നിപ്പോൾ അതിശക്തമായ പ്രതികരണം വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വാക്കുകൾ പ്രയോഗിച്ചു. മുഖ്യമന്ത്രി ക്രിമിനലാണ് എന്നുള്ള കാര്യം പറഞ്ഞു, ഗുണ്ട മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ കലാപാഹ്വാനത്തിന് കേസെടുക്കുകയാണെങ്കിൽ കലാപാഹ്വാനത്തിന് ആദ്യം കേസെടുക്കേണ്ടത് മുഖ്യമന്ത്രിക്കെതിരെയാണെന്ന് പറയുന്നു. കാരണം ഈ അക്രമ സംഭവങ്ങളെ ന്യായീകരിക്കുകയും അക്രമ സംഭവങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും അല്ലെങ്കിൽ അത് ജീവൻ രക്ഷാപ്രവർത്തനമാണെന്ന് പറയുകയും അത് മാതൃകാ പ്രവർത്തനമാണ് എന്ന് പറയുകയും ചെയ്തത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആദ്യം ആ കേസെടുക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണെന്ന് പ്രതിപക്ഷ നേതാവ് ശക്തമായി പറഞ്ഞിരിക്കുന്നു. പോലീസ് ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ ആക്ട് ചെയ്തതിൽ നിന്നും അപ്പോൾ നവകേരള യാത്ര തുടങ്ങി ഈ നിമിഷം വരെ പോലീസ് എങ്ങനെയാണോ ആക്ട് ചെയ്തത് ആ രൂപത്തിലല്ല ഈ പ്രതിപക്ഷ പ്രതിഷേധത്തോട് പ്രതികരിച്ചിട്ടുള്ളത്. സംയമനം അങ്ങേയറ്റം സംയമനമായിരുന്നു. 2 മണിക്കൂറോളം പോലീസ് അവിടെ അവർക്ക് നേരെ കല്ലെറിയുന്നു, ചെരുപ്പെറിയുന്നു, വടി കൊണ്ട് ആക്രമിക്കുന്നു, മുളവടി കൊണ്ട് ആക്രമിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും അവർ ആ ഷീൽഡ് വെച്ച് തടയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പലയിടത്തും ഷീൽഡ് പൊട്ടിച്ച് തകർത്തെറിയുന്ന ദൃശ്യങ്ങൾ വരെ കണ്ടു. പക്ഷേ അതിനിടയ്ക്ക് ചില പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നുണ്ട്. 7 പോലീസുകാർക്കാണ് പരിക്കേറ്റുള്ളത്. ഒരു പോലീസുകാരൻ ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ വിഷ്വലിൽ തന്നെ കാണിച്ചതാണ്. പ്രതിഷേധിച്ച ഒരു യൂത്ത് കോൺഗ്രസ് വനിതകളുടെ ചെറിയ പ്രശ്നം വെച്ചാൽ അവരുടെ വസ്ത്രം കീറി. അത് പുരുഷ പോലീസാണ് ചെയ്തതെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് വനിതാ പോലീസ് തന്നെയായിരുന്നു. വലിച്ചപ്പോൾ ആ വസ്ത്രം കീറിപ്പോയതായിരിക്കാം ഒരു പക്ഷേ. ആ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായി. പിന്നെ കണ്ട കൗതുകമായ ചില കാഴ്ച, പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ബസ്സിലേക്ക് കയറ്റുന്നു. ബസ്സിൽ നിന്ന് ബസ്സിന്റെ ചില്ല് തകർത്ത് അവരെ തിരിച്ച് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. ഇത്തരം ചില കാഴ്ചകൾ അവിടെ കാണുകയുണ്ടായി. ഇതൊക്കെ ഒരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നു എന്ന് കാണിക്കാൻ ആ ദൃശ്യങ്ങൾ ഏതായാലും ഗുണം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് പ്രവർത്തകരെ അവിടുന്ന് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ അവരെല്ലാവരും തന്നെ DCC ഓഫീസിലേക്ക് കയറുന്നു. അവിടെ വി.ഡി. സതീശനടക്കമുള്ള നേതാക്കൾ എത്തുന്നു. അവിടെ പോലീസ് എത്തി പാർട്ടി ഓഫീസിലേക്ക് കയറാനുള്ള ശ്രമം നടത്തി. അത് സാധാരണഗതിയിൽ നടക്കുന്ന കാര്യമല്ല. അവിടെയാണ് പോലീസ് അതുവരെ പുലർത്തിയ സംയമനത്തിൽ നിന്നും അല്പം മാറിയത്. പക്ഷെ അതിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും പ്രതിപക്ഷ നേതാവ് സമ്മതിക്കില്ല എന്ന് പറയും. ഞങ്ങളുടെ പ്രവർത്തകരെ ഞങ്ങളുടെ ഓഫീസിൽ കൊണ്ടുവന്ന് ഞങ്ങൾ സംരക്ഷിക്കുന്നു, തൊടാൻ സമ്മതിക്കില്ല എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പറയുന്നു. അപ്പോൾ ആ പ്രതിപക്ഷ നേതാവ് അപ്പോൾ കൊടുക്കുന്ന ഉറപ്പ് പ്രവർത്തകർക്കാണ്, ഞങ്ങളുണ്ട് കൂടെ എന്നുള്ള ഉറപ്പ്. 32 ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ ഇറക്കിക്കൊണ്ടുപോയി പിന്നെ അല്ലാതെ DCC ഓഫീസിലേക്ക് പോലീസ് നേരെ കയറി പിടിച്ചെടുക്കാൻ വന്നല്ല. പക്ഷേ DCC ഓഫീസിലേക്ക് കയറില്ല. അങ്ങനെ കയറിയിട്ടില്ലല്ലോ. അങ്ങനെ ഒരു പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന പ്രതികളെ വഴി തടഞ്ഞു നിർത്തി പോലീസ് വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി. അതെ ഞാൻ പറഞ്ഞു. പക്ഷേ DCC ഓഫീസിലേക്ക് കയറുന്ന ഒരു രീതി, പാർട്ടി ഓഫീസുകളിലേക്ക് പോലീസ് അകത്ത് കയറുന്ന രീതിയില്ല. കയറാൻ ശ്രമിച്ചു, അത് തടയുകയാണ് ചെയ്തത്. അതാ ഞാൻ പറഞ്ഞത്. അത് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇനി നാളെയുണ്ട്, മറ്റന്നാളുണ്ട്. 23-ാം തീയതി വരെയാണല്ലോ നവകേരള യാത്ര. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ പ്രതിഷേധങ്ങളുടേതാണ്. ഇനി അങ്ങോട്ട് തിരിച്ചടിക്കുമെന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ചിരി തോന്നും. കാരണം ഇതിപ്പോൾ അവസാനം ഈ 32-ാം ദിവസത്തിൽ പ്രതിഷേധിക്കാൻ കോൺഗ്രസ് ഇറങ്ങിയിരിക്കുന്നു. അതിനിടയ്ക്ക് പറഞ്ഞതുപോലെ കോൺഗ്രസ് പ്രതിരോധത്തിലാണ്. രാജ്യമാകെ ഏത് രൂപത്തിൽ ജനാധിപത്യത്തിനു വേണ്ടി നിലനിൽക്കണം എന്നുള്ള സന്ദേശം അവിടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഉന്നയിക്കുന്നു. അവരെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് ഇവിടത്തെ സംസ്ഥാന പ്രസിഡന്റ് എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെയൊക്കെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതും ഏത് ഘട്ടത്തിൽ നിൽക്കുമ്പോൾ, സമരത്തിൻ്റെയൊക്കെ ഒരു തീഷ്ണ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാമായിരുന്നു. പ്രതികരിച്ച വളരെ മോശമായി പോയി. ഇനിയിപ്പോൾ അതിൽ വിശദീകരണം ചോദിക്കുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് പല നേതാക്കൾക്കും പ്രതികരിക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ദുഃഖകരമായ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ദയനീയമായ സാഹചര്യമാണെന്ന് പറയേണ്ടതുണ്ട്. പക്ഷേ ഈ പ്രതിഷേധം വിജയിച്ചിരിക്കുന്നു. ഇനി അടുത്ത ദിവസങ്ങളിൽ എത്രത്തോളം ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നറിയില്ല. അതേസമയം സമരത്തെ ഞങ്ങളല്ലാതെ മറ്റാരും സമരം ചെയ്യാൻ പാടില്ല, മറ്റാര് സമരം ചെയ്താലും ഞങ്ങൾ പോലീസിനൊപ്പം തന്നെ അതിനെ തടയാൻ മുന്നോട്ടിറങ്ങും എന്ന രൂപത്തിലുള്ള ധാർഷ്ട്യത്തിൽ ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും പ്രതികരണങ്ങൾ വരുന്നതും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇന്നിപ്പോൾ എൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത വസീഫ് പറഞ്ഞിരുന്നത് ഞങ്ങളൊന്ന് സൽക്കരിച്ചു എന്നാണ്. ഈ പൂച്ചട്ടി കൊണ്ട് തലയ്ക്ക് ആക്രമിച്ചതിനെയാണ് സൽക്കരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒരു അധികാരത്തിന്റെ ധാർഷ്ട്യമായിട്ട് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. ഈ പ്രതിഷേധം എന്തായാലും തൽക്കാലം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.